മൈഗ്രെയിൻ ഉള്ളവർ നോമ്പെടുക്കുമ്പോൾ മൈഗ്രെയിൻ എപ്പിസോഡ്സ് കൂടുതലായിട്ട് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ശരിയായ രീതിയിൽ നമ്മൾ ശ്രദ്ധിച്ച് ഫാസ്റ്റിംഗ് ചെയ്യുകയാണെങ്കിൽ ഇത്തരം മൈഗ്രെയിൻ ഉണ്ടാക്കുന്ന ട്രിഗേഴ്സ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പല മൈഗ്രെയിൻ പേഷ്യൻസിനും ഡീഹൈഡ്രേഷൻ ഒരു പ്രധാനപ്പെട്ട ട്രിഗറാണ്. അതുകൊണ്ട് നോമ്പ് തുറന്ന ശേഷം നല്ലപോലെ വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കണം. ഇളനീർ വെള്ളം പോലെ ഇലക്ട്രോലൈറ്റ് റിച്ച് ആയിട്ടുള്ള പാനീയങ്ങൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. അതുപോലെ തന്നെ തണ്ണിമത്തൻ, കുക്കുംബർ പോലെയൊക്കെയുള്ള വാട്ടർ കണ്ടന്റ് അധികമുള്ള ഫ്രൂട്ട്സും പച്ചക്കറികളും എല്ലാ ദിവസവും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. രണ്ടാമതായി ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ബ്ലഡ് ഷുഗർ ഫ്ലക്ച്വേഷൻസ് ഒഴിവാക്കുക എന്നുള്ളത്. ബ്ലഡ് ഷുഗറിന്റെ വേരിയേഷൻസ് പലർക്കും മൈഗ്രെയിൻ ട്രിഗറിംഗ് ആണ്. അത്താഴത്തിന് കഴിക്കുന്ന ഭക്ഷണമാണ് നമ്മൾ ഫാസ്റ്റിംഗ് ചെയ്യുന്ന ദിവസത്തെ നമ്മുടെ ബ്ലഡ് ഷുഗറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അതുകൊണ്ട് അത്താഴം കുറച്ച് വെള്ളത്തിലോ ഒരു ഈത്തപ്പഴത്തിലോ ഒതുക്കാതെ കോംപ്ലെക്സ് കാർബോഹൈഡ്രേറ്റ്സും ഫൈബേഴ്സും പ്രോട്ടീൻസും ഒക്കെ അടങ്ങിയ ഒരു കംപ്ലീറ്റ് മീലായിട്ട് കഴിക്കാൻ ശ്രദ്ധിക്കണം. അതായത് ഹോൾ ഗ്രെയിൻസ്, പച്ചക്കറികൾ, ഇറച്ചി, മീൻ, മുട്ട, പയറുവർഗ്ഗങ്ങൾ ഇവയെല്ലാം ഉൾപ്പെടുത്തി കഴിക്കാൻ ശ്രദ്ധിക്കുക. ഇത് പിറ്റേ ദിവസത്തെ ഫാസ്റ്റിംഗ് സമയത്ത് നമ്മുടെ ബ്ലഡ് ഷുഗർ സ്റ്റേബിളായി നിലനിർത്താൻ സഹായിക്കും. ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ മൈഗ്രെയിൻ പേഷ്യൻസിന് ഒരു പരിധി വരെ അവരുടെ മൈഗ്രെയിൻ എപ്പിസോഡ്സ് ഫാസ്റ്റിംഗ് സമയത്ത് ഉണ്ടാവുന്നത് തടഞ്ഞു നിർത്താൻ കഴിയും.